ദ ആർമി ഹൗസ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ വീടിനിട്ടേക്കുന്ന പേരാണ്. നിങ്ങൾ ആ 3 മാസത്തെ വാറിനെ കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. വാർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പുതുമയല്ല. ഞങ്ങൾ എപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല ഹൈറ്റ്സുകളിലും വന്നിരുന്നപ്പോൾ അത് കണ്ടുപിടിക്കാൻ അല്പം താമസിച്ചു. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ഈ ന്യൂക്ലിയർ ടെസ്റ്റ് 2 കൺട്രീസും 98 നടത്തിയ പിന്നെ അങ്ങനെ സിയാച്ചിൻ കട്ട് ഓഫ് ചെയ്തിട്ട് പാകിസ്ഥാനീസിന് സിയാച്ചിൻ ഏരിയ സ്വന്തമാക്കാൻ പറ്റും. ഇതായിരുന്നു അവരുടെ ഗ്രാൻഡ് പ്ലാൻ. പാകിസ്ഥാനിൽ ആരും വിശ്വസിക്കുന്നില്ല 1965 വാറും 1947 വാറും അവർ തോറ്റുപോയി എന്നുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് നമ്മളുടെ രക്തം വാർത്ത് ഇന്ത്യയെ നശിപ്പിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയായിരുന്നു അവരുടെ മിലിറ്ററി ലീഡർഷിപ്പിനുള്ളത്. പതുക്കെ ട്രൂപ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് തുടങ്ങി പാകിസ്ഥാൻ. ഈ സ്നോയിൽ കൂടെ മിലിറ്റൻസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടിയിപ്പിച്ചിട്ട് അവർ അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ ആരും പോകാത്തതുകൊണ്ട് നമുക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അവിടെ ആരെങ്കിലും വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട ഉടനെ നമ്മുടെ മിലിറ്ററി കമാൻഡേഴ്സൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. നമ്മുടെ പെട്രോൾസിനെ അയച്ചു. അവിടെ നമ്മുടെ പെട്രോളിനെ അവർ ആംബുഷ് ചെയ്തു. നമ്മുടെ 5 സോൾജേഴ്സിനെ കൊന്നുവരും. അപ്പോൾ ആ ഹൈറ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ അത് 4-5 ഒക്കെ ദിവസം പിടിക്കും. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഈ നടക്കുന്നത് മുഴുവൻ. അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് തുടക്കത്തിൽ ഒത്തിരി കാഷ്വാലിറ്റീസ് വന്നത്. ഇനിയൊരു ജന്മം തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ആർമിയിൽ പോയി ജോയിൻ ചെയ്യും. ദ ആർമി ഹൗസ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ വീടിനിട്ടേക്കുന്ന പേരാണ്. ആ പേരിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒരു കഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹസ്ബൻഡും വൈഫും ആർമിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്കൊരു വീട് വെക്കണം എന്നുള്ള പ്ലാൻ വന്നു. വീട് വെച്ചു, പക്ഷെ പേരിട്ടില്ല. പേരിടാൻ വേണ്ടി വന്നപ്പോൾ ഇതിലും നല്ലൊരു പേര് അവർക്ക് പിന്നെ കിട്ടാനില്ല. അതുകൊണ്ട് അവർ ആർമി ഹൗസ് എന്ന് പേരിട്ടിട്ടുണ്ട്. സാർ നമുക്ക് അവിടെ നിന്ന് ഗേറ്റൊക്കെ തുറന്നു തരുന്നു. ഇവിടുത്തെ ആദ്യത്തെ അത്ഭുതം തന്നെ ഈ ആർമി ഹൗസിലെ ആദ്യത്തെ അത്ഭുതം തന്നെ ഗേറ്റ് അവിടെ നിന്ന് തന്നെ റിമോട്ട് കൺട്രോൾ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പട്ടാളത്തിൽ ജോലി ചെയ്തവർ എപ്പോഴും രാജ്യത്തേക്കാക്കുന്നവരാ. അവർക്ക് അതിൻ്റെതായ ടെക്നിക്കും കാര്യങ്ങളും അറിയാം. അതുപോലെ സ്വന്തം വീട് അത്രയും സേഫ്റ്റിയും സെക്യൂർ ആക്കി വെച്ചേക്കുവാണ് അല്ലേ സാറേ? സാറിൻ്റെ പേര്? എൻ്റെ പേര് കേണൽ ജയരാജ്. ഞാൻ ആർമിയിൽ നിന്ന് 2022 റിട്ടയർ ചെയ്തു. ഇത് ഇപ്പോൾ ഒരു 2 വർഷം മുന്നേ സാർ റിട്ടയറായി. മേമൻ്റെ പേര്? ഞാൻ ചാന്ദിനി ജയരാജ്. ആർമി സ്കൂളിൽ ടീച്ചറായിരുന്നു. ഞാനും ജോലി വിട്ടിട്ട് കൂടെ പോന്നു. ഈ വീട്ടിൽ ഞാൻ ആദ്യത്തെ അത്ഭുതം പറഞ്ഞു ഗേറ്റ് ആണെന്ന്. ഇനി ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്നിടത്തേക്ക് ചിരിച്ചാൽ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. കണ്ടേ? ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിൽ ഞങ്ങൾ അല്ലേ സാറേ? അതിൽ ഞങ്ങൾ പൊട്ടിക്കും. ഞങ്ങൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. നമുക്കൊന്ന് കയറി കണ്ടാലോ? വീടിൻ്റെ മുറ്റത്ത് മാത്രമേ ഉള്ളൂ പീരങ്കി വെച്ചേക്കുന്നത്. പേടിക്കേണ്ട കാര്യമില്ല. അവർ നല്ല സ്നേഹമുള്ളവരാണ്. പട്ടാളത്തിലാണെന്നുള്ള ഒറ്റ പുറമേ നോക്കുന്നവർക്കുള്ള പ്രശ്നമുള്ളൂ. ഞങ്ങൾ പട്ടാളക്കാർക്കൊക്കെ ഞങ്ങൾക്ക് പേടിയാ. വലിയ പ്രശ്നം അതാണ്. എല്ലാവരും വിചാരിക്കുന്നു ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്നത് എന്തോ ഉണ്ടാക്കിയ മനുഷ്യരാണെന്ന്. നിങ്ങൾ ഈ പട്ടാളക്കാരെ ഡെയിലി ജീവിക്കുന്ന ഒരു റൊട്ടീൻ ഉണ്ടല്ലോ. അതായത് 4 മണിക്കൊക്കെ എണീറ്റ് ഒരു ചിട്ടയുണ്ടല്ലോ. സാധാരണക്കാർക്ക് ആ ചിട്ടയില്ല. ഇപ്പൊ ഞാൻ സാധാരണക്കാരി, എനിക്ക് ചിട്ടയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടാളക്കാരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളെ ആദ്യമേ റൂൾസ് പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ റൂൾസ് ഒന്നും പഠിപ്പിക്കാറില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ദിനചര്യയുണ്ട്. ഞങ്ങൾ അത് വെച്ച് ഇപ്പൊ 4 മണിക്ക് അവിടെ എണീറ്റ് പ്രാക്ടീസ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോഴും 5 മണിക്കൊക്കെ എണീറ്റ് പ്രാക്ടീസ് ആയിപ്പോയി. പിന്നെ മാത്രമല്ല ബോഡി ലാംഗ്വേജ് നല്ല അതേ ഒരു ലെവലിലായിരിക്കും അല്ലേ? അല്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പട്ടാളക്കാരനാണെന്ന് ഒരുപക്ഷെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരൻ മനുഷ്യനായിട്ടല്ലേ നിങ്ങൾ. മാത്രമല്ല ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ്. സാറ് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ വാറില് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. വാറിനെ കുറിച്ച് ആദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ സമാധാനം, ഈ ആർമി ഹൗസിൽ കുറേ ഹിഡൻ ആർമി വസ്തുക്കളുണ്ട്. അതായത് ഇവര് സ്നേഹിച്ച അതിന് ഓരോരുത്തരും കഥയുണ്ട്. നമ്മൾ പറയല്ലേ ആർമിക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. നമ്മള് സിനിമയിലൊക്കെ പറയും വൺസ് അപ്പോൺ ഐ വാസ് ഇൻ ഡെറാഡൂൺ എന്ന് പറയുന്നത്. കഥ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇല്ലില്ല, പക്ഷെ ഇവിടുത്തെ വസ്തുക്കളിൽ കഥയുണ്ട്. അതെ, ഓരോ പ്രോപ്പർട്ടിയിലും ആ കഥകളൊന്നും പറയില്ല, നിങ്ങൾ കണ്ടാൽ മതി. അത് പറ്റത്തില്ല, എനിക്ക് കഥ കേട്ടേ പറ്റുള്ളൂ. നമുക്ക് കഥ നോക്കാം. അത് തന്നെ ഞാൻ എങ്ങനെ ഇൻട്രോ പറഞ്ഞാണോ? ആദ്യമേ തന്നെ ഞാൻ ശരിയാക്കി തരാവേ. ഇതാണ്ടോ സാറിന്റെ ഹോണേഴ്സ് ആണല്ലേ സാറേ? അതെ, ഞങ്ങളിത്
സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ആ. പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് 3 ടെന്യൂസ് ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ. സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്ന ദ കോൾഡസ്റ്റ് ബാറ്റിൽ ഫീൽഡ് എന്നാണ് പറയുന്നത്. സിയാച്ചിൻ മലനിരകളിൽ ദി ഹൈയസ്റ്റ് ആൻഡ് ദി കോൾഡസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദ വേൾഡ് എന്നാണ് എനിക്ക് പറയുന്നത്. അവിടെ ഞങ്ങൾ ചെയ്ത യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സ്മാരകമായിട്ടാണ് ഇതിനൊരു സ്ക്രോൾ എന്ന് പറയും. സ്ക്രോൾ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഓഫീസേഴ്സിനും ട്രൂപ്സിനും ഒക്കെ ഞങ്ങൾ ഇത് കൊടുക്കുന്നു. ഇതാണ് ഒരു സ്ക്രോളാണ്. ഓക്കെ. ഇതെല്ലാവരുടെയും ആ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പട്ടാളക്കാരുടെയും ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. അത് ആരുടെ വീട്ടിൽ ചെന്നാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലത്താണ്. കാരണം ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് കാണാവുന്ന അത്രയും നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത്. സാറിന്റെ മകനും പട്ടാളത്തില് എവിടെയാ സാർ ഇപ്പൊ മീററ്റിലാണ്, ഡൽഹിക്ക് അടുത്തായിട്ട്. എന്താ പോസ്റ്റ്? ഇപ്പൊ മേജറാണ്. ഇത് നടക്കുമ്പോ മേജർ ആയിരുന്നു. ഈ സിയാച്ചിനിലെ ഇത് നടക്കുമ്പോ മേജർ ആയിരുന്നു. ഞാൻ മേജറായിരുന്നു. ഇപ്പൊ എന്റെ മോൻ മേജർ. ഭയങ്കര അഭിമാനമാണ് കേട്ടോ ഇവർക്ക്. ഇവരെ ആകെ ഒരാളല്ലേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരെ ഇങ്ങോട്ട് നോക്കിയോ. ടിവിയിൽ ഞങ്ങൾ വന്നപ്പോ ഇട്ടതാണോ അതോ മെമ്മറിക്കായിട്ട് ഫോട്ടോസ് ഇട്ടതാണോ? നടക്കും. ഇത് ആർമി ഫോട്ടോസ് ആണ് ഇപ്പൊ. അതെ, ഞാൻ കണ്ടിരുന്നു ആർമി ടൈമില് നിങ്ങളുടെ ആദ്യ കാലങ്ങൾ മുതൽ. എനിക്കൊന്ന് മോന്റെ ഫോട്ടോ അടക്കം വരെ ഉണ്ട് അല്ലേ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയപ്പോ കണ്ടു മോൻ ഇങ്ങനെ നല്ലൊരു സെറ്റപ്പിൽ നിൽക്കണത്. അത് ഇവിടെ ആര് വരുന്നു ആ ക്രൗഡിനനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ ആർമിയെ കുറിച്ച് അറിയാൻ വന്നതാണ് ഈ വീട്ടില്. അത് കാരണം ആർമി ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉള്ള ജനറൽ ലൈഫിനെ കുറിച്ചുള്ള ഫോട്ടോസ് ആണല്ലേ. മുറ്റത്തിരിക്കുന്ന പീരങ്കിയുടെ വേറൊരെണ്ണം അത് സിമെന്റിൽ തീർത്തതല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയതാ സാറേ? ഗിഫ്റ്റ് ആണോ? ഇത് പട്ടാളക്കാരെ കുറിച്ച് വളരെ ബഹുമാനമുള്ള ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. ഒരു ഫാമിലി. യുദ്ധം തുടങ്ങുകയാണ് മക്കളെ, യുദ്ധം തുടങ്ങുകയാണ്. നോക്കടാ, ഇതൊരു പട്ടാളത്തിന്റെ സിമ്പിൾ ആണ്, പ്രതീകമാണ്. ഇതൊരു ജാപ്പനീസ് സോഡിന്റെ റെപ്ലിക്കയാണ്. ജാപ്പനീസ് സോഡിന്റെ ജാപ്പനീസ് സോഡ്. അത് ജാപ്പനീസ് സോൾജേഴ്സ് വാറിലൊക്കെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഈ പീസ് എന്ന് പറയുന്നത് ഇതൊരു റോയൽ സോഡാണ്. അപ്പോൾ അത് അവിടുത്തെ റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജകുടുംബങ്ങളിലെ ആൾക്കാർ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന സോഡിന്റെ ഒരു റെപ്ലിക്കയാണ്. അടുത്തൊരു അടിപൊളി സാധനം. ഇങ്ങനെയാണോ? ഇങ്ങനെയാണ് അടിക്കുന്നത്? ഇത് ആരടിക്കുന്നതല്ല, വെളിയിൽ നിന്ന് അടിപ്പിക്കുന്നതാണോ? അല്ലല്ലോ, ഇത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഒരു മെമറ്റോ ആണ്. ഇതിന് കൗ ബെൽസ് എന്ന് പറയും. ഇത് പഴയ കാലത്ത് സ്വിറ്റ്സർലൻഡില് ഈ പശുക്കളുടെയൊക്കെ കഴുത്തില് കെട്ടിയിടില്ലേ, മണി, നമ്മുടെ നാട്ടിൽ മണിയൊക്കെ കെട്ടുന്ന പോലെ ഇത് കെട്ടിയിരുന്നതാണ്. ഇപ്പോൾ അത് ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് വീടുകളിലൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളൊരു കൗബെലിന് മുകളിൽ ഞങ്ങളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എംബ്ലം ഇതൊക്കെ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് അങ്ങനെയൊക്കെ ചെയ്യാല്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മൊമെന്റോ ആയിട്ട് വരുന്ന അവര് തന്നെ ഇറക്കുന്ന ഇതൊരു റോമൻ സോൾജർ. റോമൻ സോൾജർ. അതെനിക്ക് ആ പേര് കിട്ടുന്നില്ലായിരുന്നു. ഒരു സോൾജർ ആണെന്ന് അറിയാതെ. ഇത് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നതാണ്. ഓൾഡ് സിറ്റി ഹൈദരാബാദില് ഇത് ഉണ്ടാക്കുന്നതാണ്. സാറിന് ഈ ഒരു വീട് മാത്രമല്ല, സെക്കന്ദരാബാദിൽ സാറിനൊരു വീടുണ്ട്. അതാണ് ശരിക്കും സാറിന്റെ സർവീസിലെ ഇതുവരെയുള്ള സർവ്വ എന്താ പറയാ മെഡൽസ്, സാറിന് കിട്ടിയ അംഗീകാരങ്ങള്, അവാർഡ്സുകള് എല്ലാം അവിടെയാണ്. ഇതാണ് എന്റെ കുടുംബം. എന്റെ മോന്റെ വൈഫ്. ആളുടെ മീശ എങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് മീശ വെച്ചേക്കുന്നത്. എനിക്ക് കുറച്ച് പട്ടാള വിശേഷം ഈ ആർമി ഹൗസിൽ നിന്ന് കേൾക്കാനുണ്ട്. സാർ, ഇന്ന് കാർഗിൽ വിജയ ദിവസം നമ്മൾ ആദ്യം പറഞ്ഞു, സാർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ഏറ്റവും അതിൽ മോസ്റ്റ് അയ്യോ എൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? നിങ്ങൾ ആ 3 മാസത്തെ വാറിനെ കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുജനം ആ 3 മാസത്തെ വാറിനെ കുറിച്ച് മാത്രമേ അറിയുള്ളായിരുന്നു. ഓൾമോസ്റ്റ് 80 ദിവസം ലാസ്റ്റ് ചെയ്ത വാറിനെ കുറിച്ച്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പുതുമയല്ല. ഞങ്ങൾ എപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ കാർഗിൽ ഉണ്ടാവുന്നതിന് മുമ്പ്, ഈ യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് പല പല പ്രിപ്പറേഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് ഒരു പാട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നൊരു കാര്യമല്ല കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്. യെസ്, ആദ്യം നുഴഞ്ഞു കയറി അവർ
വന്നിരുന്നപ്പോൾ പല സ്ഥലങ്ങളിലും പല ഹൈറ്റ്സുകളിലും വന്നിരുന്നപ്പോൾ അത് കണ്ടുപിടിക്കാൻ അല്പം താമസിച്ചു. അതിനും കാരണമുണ്ട്. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ഏരിയാസിൽ വിൻ്റർ വെക്കേറ്റഡ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം സെപ്റ്റംബർ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ തിക്കായിട്ട് സ്നോ വരും. അപ്പോൾ ഒരു പോസ്റ്റിൽ സസ്റ്റൈനബിലിറ്റി അവിടെ ഇരിക്കാനൊക്കില്ല, പറ്റില്ല. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാലും അവരെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കില്ല. ഒന്നാമത് അത് വളരെ ദുസ്സഹരമായൊരു സാഹചര്യമാണ് ജീവിക്കാൻ പറ്റിയത്. അത് കൂടാതെ അവർക്ക് മെയിൻ്റനൻസ്, ലോജിസ്റ്റിക് സപ്ലൈ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എങ്ങനെയാണ് അത് എത്തിക്കുന്നത്? ആ സമയത്ത് ഹെലികോപ്റ്റേഴ്സിന് ഫ്ലൈ ചെയ്യാനൊക്കില്ല. അപ്പോൾ വിൻ്റർ വെക്കേറ്റഡ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവിടുന്ന് ഒരു ഫിക്സ് ടൈമിൽ നമ്മൾ ആ പോസ്റ്റിൽ നിന്ന് പുറകോട്ട് വന്നിട്ട് അടുത്ത ലൈൻ നമ്മൾ വന്നിരിക്കും. അത് നമ്മൾക്കും പാകിസ്ഥാനീസും ഇതൊക്കെ റിട്ടൺ റൂൾസ് ആണ് ഞങ്ങൾ. പിക്കറ്റ് 43 എന്ന് പറഞ്ഞിട്ടൊരു ഒരു മലയാള ചിത്രമുണ്ട്, സെയിം സാധനം തന്നെ, പിക്കറ്റ് 43. സാറിന് പറയുമ്പോൾ മനസ്സിലാവും, ഒരു ബോർഡർ ലൈനിൽ അപ്പുറം പാകിസ്ഥാനി ഇപ്പുറം മലയാളി ഇരിക്കുന്നു. അതെ അതെ അതെ. നമ്മൾക്ക് അങ്ങനെ ഒരു കണ്ടുപരിചയമുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് റിപ്പോർട്ട് തരുന്ന, നിങ്ങൾ തരുന്ന റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. സാറ് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ഇത് കാണുന്നത് എനിക്ക് കണ്ട ഒരു ഓർമ്മയിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിൻ്റർ വെക്കേറ്റഡ് പോസ്റ്റുകളിൽ അത് വെക്കേറ്റ് ചെയ്തു വരും, നമ്മൾ പുറയിലേക്ക് വരും. പാകിസ്ഥാനീസും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ഈ ന്യൂക്ലിയർ ടെസ്റ്റ് 2 കൺട്രീസും 98 നടത്തിയ പിന്നെ. പക്ഷെ 99 വാജ്പേയിയും പർവേസ് മുഷറഫും തമ്മിൽ മീറ്റ് ചെയ്തിട്ട് ഒരു ലാഹോർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിരുന്നു. ആ ലാഹോർ ഡിക്ലറേഷനിൽ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഈ പാകിസ്ഥാനി ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ചീഫായിരുന്ന, അന്നത്തെ ചീഫായിരുന്ന പർവേസ് മുഷറഫ് പഴയ ഒരു പ്ലാൻ, അവർക്ക് പണ്ടേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ കാർഗിൽ നുഴഞ്ഞു കയറിയിട്ട് നമ്മുടെ സിയാച്ചിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ്രാസ് കാർഗിൽ ഈ 2 സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ട് കട്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ 1 ആൽഫ വിച്ച് കണക്ട്സ് ശ്രീനഗർ ടു ലേ, അത് കട്ട് ഓഫ് ചെയ്യാൻ വെക്കും. അപ്പം നമ്മുടെ അത് മെയിൻ ലൈഫ് ലൈനാണ് നമ്മുടെ ട്രൂപ്സിന് വേണ്ടിയിട്ട്. സിയാച്ചിനിലിരിക്കുന്ന നമ്മുടെ ട്രൂപ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ലൈഫ് ലൈനിൽ കൂടെയാണ് സപ്ലൈസ് എത്തിക്കേണ്ടത്. അത് കട്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിയാച്ചിനിലെ സപ്ലൈസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വെക്കും. അങ്ങനെ സിയാച്ചിൻ കട്ട് ഓഫ് ചെയ്തിട്ട് പാകിസ്ഥാനീസിന് സിയാച്ചിൻ ഏരിയ, ആ ലേയും സിയാച്ചിൻ ഏരിയയും ഒക്കെ സ്വന്തമാക്കാൻ പറ്റും. ഇതായിരുന്നു അവരുടെ ഗ്രാൻഡ് പ്ലാൻ. ഈ പ്ലാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് 1980s സ്റ്റാർട്ട് ചെയ്തതാണ്. സിയാഉൽ ഹക്കിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അത് പല പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസും അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത് നടത്തുമ്പോൾ പർവേസ് മുഷറഫ് ഒരു ബ്രിഗേഡ് കമാൻഡറായിരുന്നു, ഒരു ബ്രിഗേഡിയർ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനിങ് ഒക്കെ നടത്തുമ്പോൾ. അപ്പോൾ അദ്ദേഹം ചീഫ് ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വലിയൊരു ആഗ്രഹം, അത് 1971 വാറിലെ തോറ്റ വളരെ നിരാശയിലിരിക്കുന്നതാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ. പാകിസ്ഥാനിൽ ആരും വിശ്വസിക്കുന്നില്ല 1965 വാറും 1947 വാറും അവർ തോറ്റുപോയി എന്നുള്ളത്. കാരണം അവരുടെ ആം ഫോഴ്സസ് അങ്ങനെയാണ് അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കായിരുന്നു അപ്പർ ഹാൻഡ് എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിന് മുഴുവൻ അറിയാം, അത് വിക്ടറി നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു എന്ന്. എന്നാലും പാകിസ്ഥാനീസിന് അത് സമ്മതിക്കാനൊക്കില്ല. പക്ഷെ 1971 അങ്ങനെയായിരുന്നില്ലല്ലോ. 80,000 പ്രിസണേഴ്സ് ആയിരുന്നു, 91,000 പ്രിസണേഴ്സ് ആയിരുന്നു ഇനിഷ്യലി നമുക്കുണ്ടായിരുന്നത്. അത് വേൾഡിന് മുമ്പിലുണ്ടായിരുന്നു. പാകിസ്ഥാനീസ് ഇത്രയും, അതും പിന്നെ അവർക്ക് സൈൻ ചെയ്യേണ്ടി വന്നില്ലേ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിഫീറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഡിക്ലറേഷൻ സൈൻ ചെയ്യേണ്ടി വന്നില്ലേ. ആ നാണക്കേട് ഇന്നുമുണ്ട്. ഇന്നും അവരുടെ ഞങ്ങളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലെ അവിടെ
പാകിസ്ഥാനി മിലിറ്ററി അക്കാഡമി ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി പോലത്തെ തന്നെയാണ് പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമി. അവിടുന്ന് പാസ് ഔട്ട് ആകുന്ന ഓഫീസേഴ്സിനൊക്കെ ഒരു ശബ്ദം എടുക്കുന്ന ആണ്. നമ്മൾ ആ പരാജയത്തിന് നമ്മൾ പകരം വീട്ടുന്നു, ആ പരാജയത്തിന് പകരം വീട്ടുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ സിയാഉൽ ഹക്കിൻ്റെ കാലത്ത്, അതിന് മുമ്പും യാഹ്യാ ഖാൻ്റെ സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു ബ്ലീഡ് ബൈ 1000 കട്ട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് നമ്മളുടെ രക്തം വാർത്ത് ഇന്ത്യയെ നശിപ്പിക്കണം എന്നുള്ളൊരു ഒരു മനസ്ഥിതിയായിരുന്നു അവരുടെ മിലിറ്ററി ലീഡർഷിപ്പിനുള്ളത്. അപ്പോൾ ഈ 1971 വാർ ഇപ്പോഴും അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനേ അവർക്ക് പറ്റുന്നില്ല. കാരണം ഇൻ്റർനാഷണൽ അറീനയിൽ വളരെ ഓപ്പണായിട്ട് അവർക്ക് ഡിഫീറ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അവർക്ക് സറണ്ടർ പ്രൊസീജിയേഴ്സ് എല്ലാം സൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരും ആലോചിക്കുക, അവരുടെ ബംഗ്ലാദേശ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തു, അതേപോലെ നമ്മുടെ കശ്മീർ എങ്ങനെ അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് അവരുടെ കൂടെ ആക്കാമെന്നുള്ളതാണ് അവരുടെ മെയിൻ പ്ലാൻ. അപ്പോൾ ഇതാണ് അവരുടെ ഗ്രാൻഡ് പ്ലാൻ. ആ ഗ്രാൻഡ് പ്ലാന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ ഇൻസർജൻസി കംപ്ലീറ്റ് 1988-1989 അവർ സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു അവരുടെ ഗ്രാൻഡ് പ്ലാൻ എന്ന് ഞാൻ പറഞ്ഞു. ഇനി അവർ ടാക്ടിക്കലി ഗ്രൗണ്ടിൽ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഞാൻ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞിരുന്നു. കാർഗിലിൽ നാഷണൽ ഹൈവേയുടെ ഏറ്റവും അടുത്തൂടെ പോകുന്ന ചില ഹൈറ്റുകളുണ്ട്. ആ ഹൈറ്റുകൾ സാധാരണ ഓക്യുപ്പൈ ചെയ്യാറില്ല, ആരും ഓക്യുപ്പൈ ചെയ്യാറില്ല. അത് കാരണം നമ്മുടെ ഏരിയയിലാണ്, അത് അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പം 98-ൽ ഏകദേശം നവംബർ-ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും അവർ പതുക്കെ ട്രൂപ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് തുടങ്ങി പാകിസ്ഥാൻ. ഈ സ്നോയിൽ കൂടെ മിലിറ്റൻസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടിയിപ്പിച്ചിട്ട് അവർ അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ ആരും പോകാത്തതുകൊണ്ട് നമുക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അവിടെ ആരെങ്കിലും വന്നിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ആ ചെറിയ 1-2 ഒക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും ആ സമയത്തുമൊക്കെ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ അവരുടെ അനിമൽസിനെയൊക്കെ കൊണ്ട് ഈ പുല്ല് മേയ്ക്കാനൊക്കെ കൊണ്ടുപോകായിരുന്നു. പുല്ല് അവിടെ ഇല്ല. അപ്പം എന്നാലും ഈ സ്നോയിൽ എന്തെങ്കിലും ചെറിയ ചെടികളൊക്കെ വളർന്നു വരുന്നത് അതിനെയും കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഷെപ്പേർഡ്, ഒരു ഇടയൻ, അയാളുടെ ആടുകളെയും കൊണ്ട് പോയപ്പോൾ അവിടെ കുറച്ച് പാകിസ്ഥാനി ട്രൂപ്സ്. ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടുപിടിച്ചത് ഒരു നോർമൽ ഒരു ഇടയനായിരുന്നു. അദ്ദേഹം ആടുകളെയും കൊണ്ട് മുമ്പിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് പാകിസ്ഥാനി മിലിറ്റൻസിനെ കണ്ടു. കാരണം ഇവരാരും യൂണിഫോമിലല്ല വരുന്നത്, അവർ പൈജാമ കുർത്തയൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഹൈറ്റ്സിലൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ നമ്മുടെ മിലിറ്ററി കമാൻഡേഴ്സൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. നമ്മുടെ പെട്രോൾസിനെ അയച്ചു. അവിടെ ഒരു ചെറിയ പെട്രോളിൻ്റെയാണ്. ഇപ്പോൾ ഇത് സംശയം പറഞ്ഞാണ്. ഇപ്പം നമുക്കൊരു 10 റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പം ഒന്ന് ട്രൂ ആയെന്നിരിക്കും. അങ്ങനെ നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാത്തിലും നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കില്ല. പക്ഷെ എന്തായാലും ഇത് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പെട്രോളിനെ അവർ ആംബുഷ് ചെയ്തു. കാരണം അവിടെ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പെട്രോളായിരുന്നു. അപ്പോൾ ആംബുഷ് ചെയ്തു നമ്മുടെ 5 സോൾജേഴ്സിനെ കൊന്നുമായിരുന്നു. അപ്പോഴാണ് ഈ കാര്യത്തിൻ്റെ ഗ്രാവിറ്റി, സീരിയസ്നെസ് മനസ്സിലായത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ഇത് മുഴുവൻ മിലിറ്റൻസ് ആണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് മിലിറ്റൻസ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ എന്തെങ്കിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും റക്കിയൊക്കെ ഞങ്ങൾ പ്ലെയിനിലൊക്കെ റെക്കോണസൻസ് നടത്തി, എയർഫോഴ്സ് വന്ന് റെക്കോണസൻസ് ഒക്കെ നടത്തി. പിന്നെ സാറ്റലൈറ്റ് ഇമേജറിയിൽ നിന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി അവിടെ കുറച്ച് ഇൻട്രൂഷൻസ് ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഇൻട്രൂഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിലേക്ക് ഫയർ ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ഫയർ ചെയ്യാം. അപ്പോൾ അവരുടെ കൂടെ ഉള്ള നീക്കങ്ങളൊക്കെ തടയാൻ സാധിക്കും. അങ്ങനെ അതായിരുന്നു അവരുടെ ഐഡിയ. ആദ്യം അവിടെ വന്ന് ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട്
വലിയ ആർട്ടിലറി, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പീരങ്കി അവിടെ ഇരിക്കുന്ന അങ്ങനത്തെ പീരങ്കികളൊക്കെ കൊണ്ട് ബോംബാർഡ്മെൻറ്റ് ചെയ്തിട്ട് നാഷണൽ ഹൈവേ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഈസ്റ്റിലുള്ള ലേയും സിയാച്ചിനും കട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞ് കട്ട് ഓഫ് ആകുമ്പോഴത്തേക്കും അവരുടെ ട്രൂപ്സ് അവിടെ വന്നിട്ട് നമ്മളെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടില്ലെങ്കിൽ ട്രൂപ്സിന് സർവൈവ് ചെയ്യാനൊക്കില്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വന്നിട്ട് ആദ്യം അവർ ആ ഹൈറ്റ്സുകളിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞ ഉടനെ ഇന്ത്യൻ ആർമി ഒരു മാസത്തോളം എടുത്തു അത് കംപ്ലീറ്റ് മൊബിലൈസ് ചെയ്യാൻ. കാരണം ഒരു വാർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രഖ്യാപിച്ചാൽ തന്നെയും രാജ്യത്ത് അതെ, അത് ആദ്യം അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും നടത്തണം. ഈ ഡിഫൻസ് പോലെയല്ല അറ്റാക്ക് എന്ന് പറയുന്നത്. അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓവർവെൽമിങ് സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമിക്ക് മിനിമം മലനിരക്കുകളിലാണെന്നുണ്ടെങ്കിൽ മിനിമം 6 ടൈംസ് സ്ട്രെങ്ത് കൂടുതൽ ആയിരിക്കണം. എന്നാലേ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ ആ വാർ സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡിഫെൻസീവ് പോസ്ചറായിരുന്നു, നമ്മൾ ഡിഫെൻസിലായിരുന്നു അത്രയും നാൾ അവിടെ ഇരുന്നിരുന്നത്. അത് പെട്ടെന്ന് നമുക്കൊരു ഒഫെൻസീവ് പോസ്ചറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ട്രൂപ്സ് വരണം, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കണം, അവരുടെ ആംസ് എമ്യൂണിഷൻസ് അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളെടുത്തു. അപ്പം നമ്മളെടുക്കുന്ന അതേ സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്തു, അവർ പണ്ട് മുതൽ അവർ നടത്തിയിരുന്ന പ്ലാനിങ് ആയിരുന്നു. അവർ ആ സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, ഇപ്പം അവരുടെ ട്രൂപ്സ് വന്ന് ഫ്രണ്ടിലിരുന്നില്ലേ, അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് റൂട്ട്സൊക്കെ ഡെവലപ്പ് ചെയ്തു. അവർ ആനിമൽസിനെയും പോർട്ടേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈസൊക്കെ കൂട്ടി. എന്നിട്ട് പല സ്ഥലങ്ങളിൽ അവർ ഗൺസൊക്കെ മൂവ് ചെയ്തു മുമ്പോട്ട്. അപ്പോൾ അവരും ഫുൾ സ്കെയിൽ ഒരു വാറിന് പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർക്കൊരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഇത്രയും മാസങ്ങളായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പം നമുക്ക് ന്യൂസ് കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്നായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ട്രൂപ്സിനെയൊക്കെ പലയിടത്തു നിന്നും കൊണ്ടുവന്നു, എന്നിട്ട് അവർ ട്രെയിൻ ചെയ്തു. പിന്നെ അവിടെ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ട്രൂപ്സിനെയൊക്കെ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് അയച്ചു. പിന്നെ നമ്മൾ പെട്രോൾസൊക്കെ അയച്ചു തുടങ്ങി. നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിൽ ആദ്യം ഇതുവരെ അവരുടെ നുഴച്ചുകയറ്റം എവിടം വരെ ഉണ്ട് അത് ആദ്യം ലിമിറ്റ് ചെയ്യണം. ഇനി അത് വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് ആദ്യത്തെ ഫേസിൽ. രണ്ടാമത്തെ ഫേസിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളവരെയൊക്കെ തുരത്തണം അവിടുന്ന്. മൂന്നാമത്തെ ഫേസിൽ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ രണ്ടാമത് ഓക്യുപ്പൈ ചെയ്ത് ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതിന് കൺസോളിഡേഷൻ എന്ന് പറയും. കൺസോളിഡേഷൻ ഓഫ് അങ്ങനെ 3 ഫേസായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ ടോളോളിങ്, ടൈഗർ ഹിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നല്ലോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ. ഈ വാറിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ കവറേജ് ഉണ്ടായിരുന്നു. ഇത് ലൈവായിട്ടെല്ലാം നിങ്ങളുടെ ബാർഖാദത്താണ് NDTV അത് കവർ ചെയ്യാൻ ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ എല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മിലിറ്ററിക്ക് വളരെ ഒരു എന്താണ് പറയുന്ന ഒരു ഹാമ്പർ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഞങ്ങളെല്ലാം സെക്യൂരിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ ബോംബാർഡ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ സിഗ്നൽസ് ഒക്കെ പിടിച്ചെടുക്കാൻ നിൽക്കും. അവരുടെ അടുത്ത് എക്യുപ്മെൻ്റ് ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് എക്യുപ്മെൻ്റ് ഉണ്ട്. ആ സ്ഥലത്ത് അടുത്ത ബോംബ് അവിടെയായിരിക്കും വീഴുന്നത്. അപ്പോൾ അത് കാരണം പക്ഷേ ഒത്തിരി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് ആ വാറിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മീഡിയ കവറേജ് എന്നൊക്കെ പറയുന്നത് തീരെ പാടില്ല. അതിന് സ്പെഷ്യലായിട്ട് വാർ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് ട്രെയിൻഡ് ആയിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെയാണ് സാധാരണ ഫോറിൻ കൺട്രീസിലൊക്കെ കൊണ്ടുപോകുന്നത്. ഉടനെ തന്നെ ഈ സിയാച്ചിനിൽ ഞങ്ങളെപ്പോലെയൊക്കെ ഞങ്ങൾ ആ സമയത്ത് സിയാച്ചിനിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡീഇൻഡക്ഷൻ കഴിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള ട്രൂപ്സിനെയൊക്കെയാണ് ആദ്യം ലോഞ്ച് ചെയ്തത് അവിടെ. ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, അവർ മുകളിലിരിക്കുകയാണ്, കംപ്ലീറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ അറ്റാക്ക് വരുമെന്നുള്ളത്. മുഴുവൻ വൈറ്റ് സ്നോവും പിന്നെ റോക്കി പാച്ചസ് മാത്രമേ ഉള്ളൂ അവിടെ. നമ്മുടെ ട്രൂപ്സിന്
മുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 15,000 18,000 ഫീറ്റൊക്കെയാണ്. മൗണ്ട് എവറസ്റ്റിന് ജസ്റ്റ് 22,000 ഫീറ്റാണ് ഓർത്തോണം കാര്യം. അപ്പോൾ അതാണ് ഇത് വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈറ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇത് റോപ്പൊക്കെ വെച്ച് കയറണം എന്നുണ്ടെങ്കിൽ അത് 4-5 ദിവസം പിടിക്കും അതിൻ്റെ മുകളിൽ വരെ പോകാനായിട്ട്. പക്ഷേ ഇത്രയും ട്രൂപ്സും ഒക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എത്ര സമയം പിടിക്കുമെന്ന് അറിയാമല്ലോ. അത് എത്ര സമയം പിടിക്കും, അത് മുഴുവൻ അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഈ നടക്കുന്നത് മുഴുവൻ. അവർ റെഡി ആയിട്ടിരിക്കുകയാണ്, അപ്പം തന്നെ വെടിവെക്കും. അതാണ് നമുക്ക് തുടക്കത്തിൽ ഒത്തിരി കാഷ്വാലിറ്റീസ് വന്നത്. പക്ഷെ അവർ വിചാരിച്ചില്ല നമ്മൾ ഇത്ര ഫോഴ്സിബിളി ഇങ്ങനെ നമ്മുടെ ട്രൂപ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, തീർച്ചയായും. ഞങ്ങൾ കാണുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ പോലുള്ളവർ കാണുന്നത് പത്രത്തിൽ വായിക്കുന്ന, ടി വിയിൽ വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. പക്ഷെ സിനിമ പോലുള്ള മാധ്യമത്തിൽ ഇപ്പം മേജർ രവി സാർ അത്യാവശ്യം പട്ടാള ചിത്രങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊക്കെ ആണ്, എന്നാലും സാർ അത് ഫുള്ള് ചെയ്തിട്ടില്ല. അതായത് അനുഭവിച്ചതിൻ്റെ എല്ലാ സാധനങ്ങളും സാറ് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, വെടിവെക്കുമ്പോൾ ഒന്നും തോന്നാറില്ല, എന്ത് തോന്നാനാ, നേരെ വെടിവെക്കുക എന്ന്, അല്ലേ? അങ്ങനെയാണ് ഇന്നലെയും പറഞ്ഞൊരു സാധനം. ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സർവീസ് സ്റ്റോറി കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. രസം മീൻസ് അയ്യോ, നമ്മളിങ്ങനെ ഇരുന്ന് ലൈവ് അനുഭവിച്ചവരുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അത്രയും ഫീൽ ഉണ്ടാവും. ഇപ്പം മാഡം തന്നെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ആർമിയിൽ പോയത്, അതോ ആർമിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നോ കല്യാണം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രപ്പോസൽ വന്ന്. അവിടെ ക്യാപ്റ്റൻ ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കും, എൻ്റെ ഗ്രാജുവേഷൻ്റെ ടൈം ക്യാപ്റ്റൻ ആയിരുന്നു അന്ന് വന്ന പ്രപ്പോസലാ. അപ്പോൾ ഡിഫൻസിനോട് എൻ്റെ പേരൻസിന് താല്പര്യമായിരുന്നു. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു. ഞാൻ അവിടെ കഴിഞ്ഞ ഫസ്റ്റ് ഫീൽഡ് പോസ്റ്റിംഗ് കാശ്മീർ പോയപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ മോനെ ഉണ്ടായപ്പോൾ മോനുമായിട്ട് ഇവിടെ വന്ന് നിന്നു. അപ്പം ഞാൻ ഉടനെ BEd ചേർന്നു. മോനെ എൻ്റെ പേരൻസ് നോക്കി, ഞാൻ BEd ചെയ്തു. BEd ചെയ്ത് പിന്നെ അടുത്ത സ്റ്റേഷൻ മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ആർമി സ്കൂളിൽ. അല്ലെങ്കിൽ സാറ് ഇപ്പം പട്ടാളത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അല്ല, അപ്പം ഞാൻ പറയായിരുന്നു, നിങ്ങളിപ്പോ നല്ല ഇതായിട്ട് കേട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ അനുഭവിച്ച ടൈമായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർത്ത് നമ്മള് സമാധാനത്തിൽ ഇരിക്കുന്നു. അന്ന് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റൂല, പകൽ ടെൻഷൻ, രാത്രി ടെൻഷൻ, എന്തായിരിക്കും അവിടെ നടക്കുന്നതെന്നുള്ള ചിന്ത ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം മാഡത്തിന് തന്നെ അറിയാം, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്തേക്കാണ്. ഒരു പട്ടാളം എന്ന് പറയുമ്പോൾ അത് അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളതും ഒക്കെ കുടുംബമാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വേദനിക്കത്തില്ലേ? അല്ല, അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യം കൂടിയാണ്. അത് നിങ്ങൾ ഓർത്തോണം. അത് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്കിയുള്ള ഇമോഷൻസിനെയൊക്കെ ഈ വാറിൻ്റെ സമയത്ത് എങ്ങനെ സപ്രസ് ചെയ്യാൻ ഒക്കുന്നു, അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ട്രെയിനിങ്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്, സന്തോഷമുണ്ട്, ഭയമുണ്ട്, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഇമോഷൻസ് ഒന്നും നമ്മളെ സപ്രസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഒരു വാർ എൻവയൺമെൻറ്റിലെന്നാണ് ഞങ്ങളുടെ ട്രെയിനിങ് മുഴുവൻ അത് ബേസ്ഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഞങ്ങളുടെ ഫാമിലീസിനെയൊക്കെ ഞങ്ങൾ എവിടെ പോയാലും എപ്പോഴും അവരെ നോക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എപ്പോഴും നോക്കാനുണ്ടാവും. അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഞാൻ നാളെ ഒരു മാർട്ടിയറായി കഴിഞ്ഞാലും, ഞാൻ മരിച്ചു പോയാലും എന്നെ എൻ്റെ വൈഫിനെ, എൻ്റെ കുട്ടിയെയും എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്, എൻ്റെ ആർമി കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഉണ്ട് എന്നുള്ള ധൈര്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആ സമയത്ത് ഇമോഷൻസിനൊന്നും ഒരു സ്ഥാനമില്ല. ഞങ്ങൾ പറഞ്ഞു സാർ റൊമാൻറ്റിക് അല്ലായിരുന്നോ? നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആള് റൊമാൻറ്റിക്, പക്ഷെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ വർക്ക്. ജോലി കഴിഞ്ഞിട്ടേ പിന്നെ എന്തോ ഉള്ളൂ. അങ്ങനെ ഒരു ആർമി അവിടെ ആ ലൈഫ് കിട്ടിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളും അങ്ങ് ആകെ മാറും അപ്പോള്. ഏതോ ഒരു പടത്തിനകത്താണ് എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, ആർമിക്കാരന് 2 ഭാര്യയുണ്ട്, ഒന്ന് പ്രൊഫഷൻ ആൻഡ് ഫസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കമ്മീഷൻഡായി ആർമി. ഞാൻ കല്യാണം കഴിച്ചത് ആർമിയാണ് ആദ്യം. അതെ, ആദ്യം കഴിച്ചത് ആർമിയാണ്. അപ്പോൾ ഞങ്ങൾ കമ്മീഷൻ ആവുമ്പോഴത്തേക്കും സർവീസ് ബിഫോർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു മോട്ടോ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം രാജ്യത്തെ സേവിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക.
എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു. എനിക്കല്ല, ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആർക്കും ഒരു പേടിയും ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. കാരണം അവരുടെ ജീവിതം എന്താണെന്നുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് ആർമിയുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്. എന്തു പറ്റിയാലും അവർക്ക് യാതൊരു വിധത്തിലുള്ള കൂട്ടവും പറ്റില്ല എന്നൊരു ധൈര്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അത് കാരണം അല്ല, അതുപോലെ തന്നെ സാറിപ്പം ഇപ്പം റിട്ടയർ ചെയ്ത് 2 വർഷമായി. മിസ് ചെയ്യാറുണ്ടോ ആർമിയും ആ ഫോഴ്സും? മേഡം കണ്ണുകൊണ്ട് കാണിക്കുന്നു. മിസ് ചെയ്യാറുണ്ടോ? ഇന്ന് വിളിച്ചാലും പോകും. ഇന്ന് വിളിച്ചാലും പോലെ ഇന്ന് എന്നെ അഥവാ ഇനിയൊരു ജന്മം തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ആർമിയിൽ പോയി ജോയിൻ ചെയ്യും, തുടക്കം മുതൽ. അതിൽ യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം മുഴുവൻ ആർമിയായിരുന്നു. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അല്ലേ? ഞാൻ ഡെഡിക്കേറ്റഡ് ആണെന്നല്ല പറയുന്നത്, എല്ലാവരും ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഞാൻ 50 വർഷം യൂണിഫോമിലായിരുന്നു. 50 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ 50 വർഷം എങ്ങനെ ആരെങ്കിലും യൂണിഫോമിലാകുന്നത്? 9ാം വയസ്സിൽ സൈനിക് സ്കൂളിൽ പോയതാണ്. ഓക്കെ. ഞാൻ റിട്ടയർ ചെയ്തത് 58ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 49 ഇയേഴ്സാണ് ഞാൻ ടോട്ടൽ യൂണിഫോമിൽ സ്പെൻഡ് ചെയ്തത്. സോ ഞങ്ങൾക്ക് അതൊരു വലിയ വലിയ ഇമോഷനാണ് ആർമി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെ, ആ ഇമോഷനാണ് വീടിന്റെ പേര് വരെ എത്തി നിൽക്കുന്നത് അല്ലെ? വീടിന്റെ മേഡം അല്ലേ അത് സജസ്റ്റ് ചെയ്തത്? അത് തന്നെ, അവർക്കൊരു പേരില്ലാണ്ട് വന്നപ്പോൾ ഇത് മതി, ഇനി എന്ത് പറയാൻ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ആർമി ഹൗസിൽ ഇവർ പട്ടാളക്കാരാണെന്ന്, അല്ലെങ്കിൽ മകൻ പട്ടാളക്കാരനാണെന്നോ വീട്ടിലുള്ള ഒരു പട്ടാളക്കാരെന്നല്ല, അവരത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ സാറ് തന്നെ പറയുമ്പോൾ സാർ ഒരേ സമയം സാറിന്റെ കണ്ണ് നിറയുന്നുണ്ട്, രക്തം മറ്റേ തിളക്കിയാണത് പ്രൗഡ് അല്ലെ? അതെ, വളരെ വളരെ പ്രൗഡ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ 19 വയസ്സ് വരെ നാട്ടിൽ കഴിഞ്ഞുള്ളൂ. ബാക്കി 34 വർഷവും ആർമിയിലായിരുന്നു. അപ്പൊ ഏതാ മജോറിറ്റി? 34 തന്നെയാ വലുത്. എന്നാലും അതല്ല, ഒരു നിങ്ങളെപ്പോ ഉള്ളവരെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുക, പരിചയപ്പെടുക എന്നൊക്കെ ഉള്ള വലിയ കാര്യമാണ്. ഏതായാലും നിങ്ങളുടെ വീട് കണ്ടു, വീട്ടിലെ കുറേ സാധനങ്ങൾ, അതേ ഒരു അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഒരു എന്താ പറയാ, പ്ലെയിൻ ഇരിപ്പുണ്ട്. അപ്പൊ എന്താണല്ലോ സാറേ, ഷിപ്പൊക്കെ ഉണ്ടല്ലേ? ഏതായാലും ഭയങ്കര എന്താ പറയാ, ഇനിയും നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ രാജ്യം കുറെ കൂടെ സേഫാണ്, അല്ലെങ്കിൽ അമ്മയ്ക്കിപ്പോൾ ഉറങ്ങാം, അല്ലെങ്കിൽ സേഫായിട്ട് ഉറങ്ങാം. കാരണം അവരുടെ മക്കളെല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ്. എന്ത് വന്നാലും ആൾക്കാർക്ക് ഉണ്ടാവാനുണ്ട്. എന്താണേലും ഞങ്ങളെല്ലാം സ്വസ്ഥമായി ഉറങ്ങിയ സമയത്ത് നാടിനെയും ഞങ്ങളെയൊക്കെ കാത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അംഗീകാരം. നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു, എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റിലാണ്. എന്നാലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഞങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഒരു പട്ടാളക്കാരന് പറ്റിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് വിത്ത് us, and thank you for having a heart-to-heart talk with us. Thank you.